നമ്മുടെ ബിഗ് ബോസ് സീസൺ 7 ടൈറ്റിൽ വിന്നർ അനുമോളാണെങ്കിലും പ്രേക്ഷകരുടെയൊക്കെ മനസ്സിൽ ബിഗ് ബോസ് സീസൺ 7 വിന്നേഴ്സ് എന്ന് പറയുന്നത് അനീഷും ഷാനവാസും തന്നെയാണ്. ഒരുപാട് കമന്റ്സുകൾ ഞാൻ കണ്ടു, ഒരുപാട് വീഡിയോസുകളിലും കണ്ടു. എല്ലാവരും അനീഷിനെയും ഷാനവാസിനെയുമാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞ് അനുമോളെ ഇഷ്ടമല്ല എന്നല്ല, അനുമോളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും കൂടുതലും ഷാനവാസിന്റെ അനീഷിന്റെ വീഡിയോസ് കാണാനും ഇവരുടെ കോംബോ കാണാനുമാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. ഈ സീസണിൽ ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് കോംബോസ് ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ പറയുന്ന പോലെ അനുമോൾ, ആദില, നോറ, ശൈത്യ ഇവരൊരു കോംബോ ആയിട്ട് കളിച്ചിരുന്നു. നമ്മുടെ ആര്യനും ജിസയിലും ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടായിരുന്നു അവിടെ. അതേപോലെ അപ്പാനി ശരത്തും അക്ബറും ഒരു കോംബോ ഉണ്ടായിരുന്നു. അക്ബറും അപ്പാനി ശരത്തും ആര്യനും റനയും ഒക്കെ ഒരു കോംബോ ഉണ്ടായിരുന്നു. അതിലുപരി അഭിലാഷും ഒനിലും തമ്മിലൊരു കോംബോ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര് തമ്മിൽ ബിഗ് ബോസ് വീട്ടിൽ ഇപ്രാവശ്യം ഫ്രണ്ട്ഷിപ്പ് കോംബോ ഉണ്ടായിരുന്നു. ലവ് ട്രാക്ക് എന്നൊക്കെ പറയാൻ അവിടെ പ്രത്യേകിച്ച് ആരും ഉണ്ടായിരുന്നില്ല. അവസാനമാകുമ്പോൾ അനീഷിനൊരു പ്രണയമൊക്കെ തോന്നിയിരുന്നു, പക്ഷെ അത് ചീറ്റിപ്പോയിരുന്നു. പക്ഷേ ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ് ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിന്നതാണെങ്കിലും ചില ഫ്രണ്ട്ഷിപ്പുകളിൽ പെട്ടെന്ന് തകർന്നു പോയത്. അത് ആൾക്കാർ വന്നു, പെട്ടെന്ന് എവിക്ഷൻ നടന്നു, ആൾക്കാർ പോയി, അങ്ങനെയൊക്കെ ഉണ്ടായ സമയത്തും ഏകദേശം എൻ്റെ ഈ ബിഗ് ബോസ് സീസണിൻ്റെ 7 എൻഡ് വരെ ഉണ്ടായിരുന്ന ഫ്രണ്ട്ഷിപ്പ് ബോണ്ടസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ആദില, നൂറ, അനുമോൾ ഒരു കോംബോ അവിടെ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ നമ്മുടെ അനീഷിൻ്റെയും ഷാനവാസിൻ്റെ ഒരു കോംബോ കൂടി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലും നമുക്ക് കാണാനും കൊതിച്ചുണ്ടായിരുന്നു. അവർ ഒന്നിച്ചിരിക്കുന്നത്, അവരുടെ സംസാരവും അവരുടെ രീതികളൊക്കെ കാണാൻ കൊതിച്ചിരുന്നത് നമ്മൾ അനീഷിൻ്റെയും ഷാനവാസിൻ്റെയും മാത്രമാണ്. കാരണം എന്ന് വെച്ചാൽ ആദില, നോറ, അനുമോളൊക്കെ അവർക്ക് പരസ്പരം ചേരാത്ത കാര്യങ്ങളാണെങ്കിൽ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ പറഞ്ഞ് ക്ലിയർ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ വെറുതെ അവരെ അങ്ങോട്ടും ഇങ്ങോട്ട് കുത്തിത്തിരിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെറുതെ പ്രശ്നം ഉണ്ടാക്കിയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ആയിട്ടുള്ളത്. പക്ഷേ അനീഷും ഷാനവാസും അങ്ങനെയല്ല. ഇതിൽ നിന്ന് വേറിട്ട് തന്നെയാണ് ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നത്. എന്ത് പറഞ്ഞാലും നമ്മളെപ്പോലെയുള്ള പ്രേക്ഷകർക്ക് കണ്ടിരിക്കാൻ കൊതിയുള്ളൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇവരുടെ കോമ്പോസൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഒരു പഴമൊക്കെ എടുത്ത് അനീഷ് കാര്യമായിട്ട് വഴക്കുണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ പോയി ഈ ഷാനവാസ് പഴമൊക്കെ എടുത്ത് കഴിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ട് വീണ്ടും വീണ്ടും കാണാൻ വേണ്ടി അത് തപ്പിപ്പിടിച്ച് കണ്ടുകൊണ്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം അതൊരു നമുക്ക് കാണുമ്പോൾ അറിയാതെ അവരതിനകത്ത് അവർ കഥ പറയുമ്പോൾ അവർ ചിരിക്കുന്നുണ്ടെങ്കിൽ അത് കാണുമ്പോൾ അറിയാതെ, അവരുടെ കോമ്പോ കാണുമ്പോൾ അറിയാതെയെങ്കിലും ഒരു 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 മുഖത്തൊരു പുഞ്ചിരിയില്ലാതെ നമുക്ക് ആ വീഡിയോസ് കണ്ടു തീർക്കാൻ പറ്റില്ല എന്നതാണ് സത്യം. അതേപോലെ തന്നെ ഷാനവാസും ആദില, നൂറ, അനുമോളൊക്കെ ആയിട്ട് ഒരു ബ്രദർ കോമ്പോ ഉണ്ടായിരുന്നത് സത്യം പറഞ്ഞാൽ ഷാനവാസിൻ്റെ ഒരു ക്യാരക്ടറാണ്. കാരണം ഷാനവാസ് ഒരു പെൺകുട്ടിയുടെ അച്ഛനാണ്. അതുകൊണ്ട് ഷാനവാസിന് അത് അറിയാം. ചില പ്രത്യേക സമയത്ത്, എല്ലായിടത്തല്ല ഞാൻ പറയുന്നത്, ചില പ്രത്യേക സ്ഥലത്ത് അവരെങ്ങനെയൊക്കെ സഹായിക്കണം, അവരെങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഷാനവാസിൻ്റെ പ്രവൃത്തികളൊക്കെ അവിടെ ഉണ്ടായിരുന്നത്. ബിഗ് ബോസ് സീസൺ 7 തുടക്കം തൊട്ട് അവസാനം വരെ കണ്ട ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് അവിടുത്തെ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട 2 കണ്ടസ്റ്റൻസ് ആണ് ശരിക്കും അനീഷും ഷാനവാസ് എന്ന് പറഞ്ഞത്. ഞാനും ആഗ്രഹിച്ചിരുന്നു അനീഷിന് കപ്പ് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്ന്. പക്ഷേ അനുമോൾക്ക് കിട്ടിയതിൽ സങ്കടമില്ല. കാരണം അവിടെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിരുന്നു. കാരണം ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് PR ഉണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ വിനു എന്ന് പറഞ്ഞ ഒരാൾ PR ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതിനേക്കാളും ഏറ്റവും കൂടുതൽ അനുമോൾക്ക് PR എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് ഒരു കൂട്ടം ഉള്ളിൽ വന്നില്ല, അവർ തന്നെയായിരുന്നു PR. അവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനീഷിനെ പേഴ്സണലി ഇഷ്ടമുള്ള എനിക്ക് വരെ അവരുടെയൊക്കെ ചൊറിച്ചിൽ, അവരുടെ അസൂയൊക്കെ കാണുമ്പോൾ എങ്ങനെയെങ്കിലും അനുമോൾക്ക് കപ്പ് കിട്ടിയിട്ട് അവരുടെ മുഖം ഒന്ന് കാണണം എന്നുള്ള ഒരു ഫീൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി വരുന്ന രീതിയിലുള്ള കളികളായിരുന്നു പുറത്തുനിന്ന് പോയി വന്നവർ കളിച്ചത്. ശരിക്കും പറഞ്ഞാൽ അനീഷിന് കിട്ടേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു അതെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് അപ്പോഴൊക്കെയാണ്. സാധാരണ ലാസ്റ്റത്തെ ആ ഒരു വീക്ക് ശരിക്കും എന്താണ് അവിടെ അവർ മാത്രമാകുമ്പോൾ ഉണ്ടാവണമെന്ന് കാണാൻ കൊതിച്ചിരുന്ന് നമുക്ക് ഈ പുറത്തുനിന്ന് വന്നവരുടെ വഴക്കുകൾ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാൾ ആരാണെന്ന് കൂടി കമൻറ്റ് ചെയ്യുക. ഈ ഷാനവാസ് അനീഷ് കോംബോ ഇഷ്ടമാണെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയി കാണാം.